ഹലോ എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു അസറ്റ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡാണുള്ളത്. ഒന്നാമത്തേത് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്, രണ്ടാമത്തേത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് ഉപയോഗിച്ച് ഒരു ബിൽഡിംഗ് അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഒരു ബിൽഡിംഗ് കൂടെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ പ്രോബ്ലം അനലൈസ് ചെയ്ത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ബിൽഡിംഗ് മിസ്റ്റർ നോയൽ പർച്ചേസ് ചെയ്യുന്നത് എന്നാണ് 1 ജാനുവരി 2009 അപ്പോൾ ആ എമൗണ്ട് 1 lakh നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബിൽഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതി 1/1/2009 പർച്ചേസ് ചെയ്തത് കൊണ്ട് നമ്മളിവിടെ ക്യാഷ് എന്ന് എഴുതി. എമൗണ്ട് 1 lakh. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്നത് 31 ഡിസംബറിലാണ്. നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ 10% ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 31 ഡിസംബർ 31/12/2009 ഡിപ്രീസിയേഷൻ 10% ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 1 lakh into 10/100. ഡിപ്രീസിയേഷൻ നമുക്ക് 10,000 കിട്ടി. ദെൻ നമ്മൾ ആ ഡേറ്റിൽ തന്നെ ഇത് ബാലൻസ് ചെയ്യാണ്. ആ കിട്ടുന്ന ആൻസറിന്റെ നേരെ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിൽ 1 lakh ഉണ്ട്. 1 lakh നമ്മൾ ഇറക്കി എഴുതി. ആ എമൗണ്ട് ഇങ്ങോട്ട് മാറ്റി. ദെൻ 10,000 അതിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 90,000 കിട്ടി. ഇതാണ് നമ്മുടെ ബാലൻസ്. ദെൻ അടുത്ത വർഷം 1/1/2010 ഈ ബാലൻസിനെ നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്തു. ബാലൻസ് ബ്രോട്ട് ഡൗൺ 90,000 നമ്മൾ എഴുതി. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത് 1/1/2010 കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ അതിനുവേണ്ടി ചെലവാക്കിയ എമൗണ്ട് 2 lakh ആണ്. അപ്പൊ നമുക്കിവിടെ 1/1/2010 ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 lakh കൊടുത്തു. ദെൻ 31 ഡിസംബർ 2010 ഡിപ്രീസിയേഷൻ. ഇവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ 2,90,000 2,90,000 into 10/100. ഇവിടെ ഇത് രണ്ട് 1 ജാനുവരി ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തത്. അതല്ല എങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. നമുക്കിവിടെ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് കിട്ടി 29,000. നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. 2,90,000 എഴുതി. ആ എമൗണ്ടിനെ ക്രെഡിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈ 2,90,000 നിന്ന് ഈ 29,000 നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു. നമുക്ക് 2,61,000 എന്ന് കിട്ടി. അതിന് നേരെ എന്ത് എഴുതണം? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതി. 31 ഡിസംബറിലാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത വർഷം വരുമ്പോൾ ഈ ബാലൻസിനെ ബ്രോട്ട് ഡൗൺ ചെയ്യണം. അതായത് നമ്മളോട് ഇവിടെ 2012 വരെയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത വർഷം നമ്മൾ അതിനെ ബ്രോട്ട് ഡൗൺ ചെയ്തു. 1/1/2011 ബാലൻസ് ബ്രോട്ട് ഡൗൺ 2,61,000. 31 December
2011 ഡിപ്രീസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആയതുകൊണ്ട് എന്താണ് ഈ 2,61,000 10% ആണ് ഡിപ്രീസിയേഷൻ. അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് 26,100 ഡിപ്രീസിയേഷൻ കിട്ടി. സെയിം ഡേറ്റിൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ബാലൻസ് CD 2,61,000. ഇതിൽ നിന്ന് നമുക്ക് 26,100 മൈനസ് ചെയ്യണം. $2,34,900 നൽകി. ഇനി നമുക്ക് ഈ എമൗണ്ടിനെ ബ്രോഡ് ഡൗൺ ചെയ്തു. 1/1/2012 2012 വരെയാണ് നമ്മളോട് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്. ബാലൻസ് ബ്രോഡ് ഡൗൺ 2,34,900. Then 31st December depreciation 2,34,900 into 10/100. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 23,490 കിട്ടി. ദെൻ ഇനി നമുക്ക് ബാലൻസ് കണ്ടുപിടിക്കണം. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് 2,34,900. ഇതിൽ നമുക്ക് ഈ എമൗണ്ട് ഡിപ്രീസിയേഷന്റെ എമൗണ്ട് മൈനസ് ചെയ്യണം. $2,11,410 കിട്ടി. ഈ രീതിയിലാണ് നമുക്ക് ഈ ബിൽഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഇയർ വന്നപ്പോൾ എന്ത് ചെയ്തു, അഡീഷണൽ ആയിട്ട് ഒരെണ്ണം കൂടെ കൺസ്ട്രക്ട് ചെയ്തു. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ നമ്മൾ ബിൽഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു.